ഇത് ഇന്ത്യയുടെ അഭിമാനത്തിന്റെ കഥയാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വീക്ക്ലി അപ്ഡേറ്റ്സ് ഫ്രം ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ്. കഴിഞ്ഞ ആഴ്ച പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയവർക്കെതിരെ ഇന്ത്യൻ സൈന്യം കൊടുത്ത മറുപടി ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ ഒരുപാട് കാലം ഓർമ്മിക്കാൻ ഉള്ള ഒന്നാണ്. പാകിസ്ഥാനിലുള്ള 9 ഭീകര കേന്ദ്രങ്ങൾക്ക് മേൽ കൃത്യമായ ആക്രമണം നടത്തി ഇന്ത്യൻ ആർമി ലോകത്തെ മുൻപിൽ ഒരു ശക്തമായ സന്ദേശം അറിയിച്ചു. ഏത് ആക്ഷനും നേരിടാൻ സേന എപ്പോഴും റെഡിയാണെന്ന് തെളിയിച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ. സാധാരണക്കാരെ തൊടാതെയും ലോകം മുഴുവൻ ഇന്ത്യസ് പ്രിസിഷൻ സ്ട്രൈക്ക് കാപ്പബിലിറ്റീസിനെ കാണിച്ചുകൊണ്ട് ടെററിസ്റ്റ് ക്യാമ്പുകൾ തകർത്ത ഈ ഓപ്പറേഷൻ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാൻ ആർമിയും അവർക്കൊപ്പം നിലകൊള്ളുന്ന രാജ്യാന്തര ശക്തിയും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് പരിശോധിക്കേണ്ട സാഹചര്യമാവുകയും ചെയ്തു. ഇന്ത്യയുടെ സൈനിക ശക്തിയും ടെക്നോളജിയും ലോകരാജ്യങ്ങൾക്കുമേൽ ബോധ്യമാകുന്ന വിധത്തിൽ പ്രകടമായി. ഇതാണ് ഇന്ത്യ. ഒരിക്കൽ മറുപടി കൊടുക്കുമ്പോൾ അത് ചരിത്രം തന്നെയാകുന്നു. നമ്മുടെ സൈനികർക്ക് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം. കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് സൈൻ ചെയ്ത US-UK ട്രേഡ് താരിഫിന് ഡീലിന് പിന്നാലെ ഈ ആഴ്ച US ചൈനയും തമ്മിൽ ട്രേഡ് ഡീലിന് സാധ്യതകളുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ പോസിറ്റീവ് സെന്റിമെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ Q4 റിസൾട്ടുകൾ ഇപ്പോഴത്തെ വരെയുള്ള ഡാറ്റ പ്രകാരം എക്സ്പെക്ടേഷനുകൾക്കപ്പുറം വന്നതുകൊണ്ട് തന്നെ വിപണിക്ക് അതിനും ഒരു ബൂസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ മാസം അവസാനം Q4 GDP ഡാറ്റയും വരികയാണ്. ഇപ്പോഴത്തെ ട്രെൻഡുകൾ കണക്കിലെടുത്താൽ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രൂപ ഡോളറിനനുബന്ധിച്ച് നോക്കുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം US ഡോളർ ഗ്ലോബൽ കറൻസികൾക്കെതിരെ വീക്ക് ആയതും ഇന്ത്യക്ക് ബഹുമുഖമായി ഗുണം ചെയ്യും. ക്രൂഡ് ഓയിൽ വില കുറയുകയാണ്. രൂപയുടെ സ്ട്രെങ്ത്തും ഇതിൽ ചേർന്നാൽ ഇന്ത്യൻ എക്കോണമിക്ക് ഡബിൾ പോസിറ്റീവ് ഇമ്പാക്ട് ലഭിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിൽ ചെറിയൊരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. അതിന് പഹൽഗാം അറ്റാക്കിന് പിന്നാലെ ഉണ്ടായിരുന്ന സെൻസിറ്റീവ് റിയാക്ഷന്റെ ഫലമായിട്ടാണ് ആ ഒരു സെൽ ഓഫ് നമ്മൾ കണ്ടത്. എന്നാൽ നാളെ മുതൽ അതിന്റെ പൂർണ്ണമായ റിക്കവറി നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടുകളിൽ എണ്ണയ്ക്കൊപ്പം തന്നെ ഗോൾഡിനും വലിയൊരു പങ്കുണ്ട്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഗോൾഡിന്റെ വില റെക്കോർഡ് ലെവലുകൾ തൊട്ടതിനു ശേഷം വലിയ വോളറ്റൈലിറ്റിയോട് കൂടിയാണ് വിപണിയിൽ മുന്നേറുന്നത്. എന്നാൽ അടുത്ത ഷോർട്ട് ടേം മുതൽ മീഡിയം ടേം വരെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതായി വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്. ഏകദേശം $3,100 മുതൽ $3,500 പെർ ഔൺസ് വരെയാണ് ഒരു ട്രേഡ് റേഞ്ചിൽ ഗോൾഡ് നീങ്ങാനുള്ള സാധ്യതയുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നീരസം കുറയുന്നതും അതോടൊപ്പം തന്നെ US ട്രേഡ് താരിഫ് ഡീലുകൾക്ക് അനുകൂലമായ അഭ്യൂഹങ്ങളും ഇതിനു കാരണമായേക്കാം. ഇത്തരത്തിൽ ഗ്ലോബൽ ടെൻഷനുകൾ കുറയുന്ന സാഹചര്യത്തിൽ ഗോൾഡ് ചെറിയൊരു സെൽ ഓഫ് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്പോട്ട് ഗോൾഡിന് $3,323 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അതായത് മുൻ ആഴ്ചയുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം $85 ഗ്രോത്ത് ആണ് ഈ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. വാരാന്ത്യവേളയിൽ മറ്റു പ്രധാന കമ്മ്യൂണിറ്റികൾ ഒന്നും തന്നെ വലിയ മുന്നേറ്റമോ ഇടിവോ കാണിച്ചിരുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫ്ലാറ്റ് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറ്റിവെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു പോസിറ്റീവ് ന്യൂസ് ഫ്ലോയിലാണ് മാർക്കറ്റ് മുന്നേറുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ ടെക് സ്റ്റോക്കുകൾ ശക്തമായ റാലിയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആപ്പിൾ കുറച്ച് നെഗറ്റീവ് ആയിരുന്നെങ്കിലും അതിനെ മറികടന്ന് മൈക്രോസോഫ്റ്റ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയിരിക്കുകയാണ്. ഇത് മൈക്രോസോഫ്റ്റിനും അതിന്റെ ഇൻവെസ്റ്റേഴ്സിനും വലിയൊരു പോസിറ്റീവ് സിഗ്നലാണ്. മൈക്രോസോഫ്റ്റിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം $3.25 ട്രില്യൺ അടുത്ത മാസങ്ങളിലോ വർഷങ്ങളിലോ ഇത് ഉയരാനുള്ള ശക്തമായ സാധ്യതകൾ തന്നെയാണ് വിപണിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പ്രത്യേകിച്ച് AI, ക്ലൗഡ്, പ്രൊഡക്ടിവിറ്റി പ്ലാറ്റ്ഫോം എന്നീ മേഖലകളിൽ മൈക്രോസോഫ്റ്റിന്റെ ആഴത്തിലുള്ള നിക്ഷേപവും വളർച്ചയും ഈ പ്രതീക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. അതേസമയം ആപ്പിളിന് ബന്ധപ്പെട്ട ചില ന്യൂസുകൾ ചെറിയ നെഗറ്റീവ് സിഗ്നലുകൾ തന്നെയാണ് നമുക്ക് നൽകുന്നത്. ചൈനയുമായുള്ള ഡിമാൻഡ് ഇഷ്യൂസും അതോടൊപ്പം തന്നെ റെഗുലേറ്ററി വെല്ലുവിളികളും ഇതിന് കാരണമാണ്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ടെക്നോളജി സെക്ടറിൽ മൈക്രോസോഫ്റ്റ്, മെറ്റ പോലുള്ള കമ്പനികൾക്ക് വളരെയധികം പോസിറ്റീവ് കാറ്റലിസ്റ്റുകളാണ് നിലകൊള്ളുന്നത്. ഏപ്രിൽ മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ പുറത്തു വന്നിരിക്കുകയാണ്. ഏകദേശം 69.5 ലക്ഷം കോടി രൂപയാണത്. SIP വീണ്ടും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്ത് 26,632 കോടി രൂപയിലേക്ക് എത്തി. ഇതാണ് ഏപ്രിൽ മാസത്തെ ഫിഗർ വന്നിരിക്കുന്നത്. എക്സിസ്റ്റിംഗ് SIPs അവരുടെ ടിക്കറ്റ് സൈസ് കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് തന്നെയാണ്. കാരണം മാർക്കറ്റിൽ എന്ത് തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇതൊന്നും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്കാണ്.
സാധാരണ രീതിയിൽ ഗ്ലോബലി വലിയ നെഗറ്റീവ് ഇവന്റുകൾ എല്ലാം ഉണ്ടാകുമ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായും ഡെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള ഒരു ഇവന്റ് തന്നെയാണ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. 2.19 ലക്ഷം കോടി രൂപയാണ് ഡെറ്റ് ഫണ്ടിലേക്ക് ഏപ്രിൽ മാസത്തിൽ ഇൻഫ്ലോ വന്നത്. മ്യൂച്വൽ ഫണ്ട് ഡാറ്റയും നമ്മളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഈ ഒരാഴ്ച വരുന്നത്. ഈ ആഴ്ചയിൽ തന്നെ ഇൻഫ്ലേഷൻ ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. അതെല്ലാം അണ്ടർ കൺട്രോളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡാറ്റകൾ, അതോടൊപ്പം തന്നെ എക്കണോമിക് ഡാറ്റകൾ, ഇതെല്ലാം തന്നെ പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമന്റ് ഇൻ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.